നമസ്കാരം. ഇതൊരു പുതിയ കാറാണോ? കണ്ടാൽ അങ്ങനെ തോന്നില്ല. കാരണം നമ്മൾ ടിഗ്വാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇത് ഫോക്സ് വാഗണിൻ്റെ ടിഗ്വാൻ തന്നെയാണ്. ടിഗ്വാൻ്റെ കുറച്ചുകൂടി പ്രീമിയമായിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള വേർഷനാണ്. ഇത്തിരി കൂടി ലളിതമായിട്ട് പറഞ്ഞാൽ കടൽ കടന്ന് വന്ന വണ്ടിയാണിത്. ഇത് ആർലൈനാണ്. ഞാൻ പറഞ്ഞ പോലെ കടൽ കടന്ന് വന്നു എന്ന് പറഞ്ഞ പോലെ CBU ആയിട്ട് വന്ന വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടിക്ക് ടിഗ്വാനുമായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ പറയാം, ഇതിൻ്റെ പ്രത്യേകതകൾ പറയാം, രസകരമായ കാര്യങ്ങൾ പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രസകരമായ കാര്യങ്ങളെന്ന് പറയുമ്പോഴേ എന്തൊക്കെയാണ് ഇവരിത് 6 ലൈൻ ആക്കാൻ വേണ്ടി ചെയ്തേക്കുന്നത് പറയാണ്ട്. മാത്രമല്ല ഒരിത്തിരി സവിശേഷതകളുടെ കുറവൊക്കെ നമുക്ക് കാണാം സാധാ ടിഗ്വാനായിട്ട്. പക്ഷേ അതെല്ലാം എഞ്ചിൻ്റെ ട്യൂണിങ്ങിൽ മാറിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ എഞ്ചിൻ്റെ ട്യൂണിങ് എന്താണെന്ന് പറയണം. അതുപോലെ കുറച്ച് കാര്യങ്ങൾ പറയണം. പിന്നെ ഇതിന് ഡൈനാമിക് ഷാസി കൺട്രോൾ പോലുള്ള കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് പറയണം. ഇത് 4 വീൽ ഡ്രൈവാണ്. ആ കാര്യങ്ങൾ പറയണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വരും. ഫോക്സ് വാഗണിൻ്റെ ടിഗ്വാൻ 6 ലൈൻ ഒരു സീരിയസ് കാറാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു ബോണറ്റ് ലാച്ച് നോക്കിയേ, സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള 2 ലാച്ചുകൾ 6 ലൈനിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയാം. കാരണം ബോണറ്റ് വണ്ടി ഓടിക്കുമ്പോൾ ഫാസ്റ്റായിട്ട് ഓടിക്കുമ്പോൾ പൊങ്ങി പോകാൻ പാടില്ലല്ലോ. ഇത് 2 തുറക്കാനായിട്ട് ഒറ്റ ലിവറേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് വെച്ച പോലെ ഒരു സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണും. 2 ഉണ്ട് അതിനകത്ത്. ഹൈഡ്രോളിക് സ്റ്റട്ടുകളുള്ള ബോണറ്റ് പൊക്കുമ്പോഴേ ഈ വണ്ടിയുടെ കളറല്ലാത്ത ഈ ഒരു എക്സ്ട്രാ കളറുള്ള ഈ ഒരു സംഗതി കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതൊരിത്തിരി സീരിയസ് ആണല്ലോ എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയണം. എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇത് 2 ലിറ്റർ TSI തന്നെയാണ്, ടർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ. അതായത് ഈ വണ്ടി എന്ന് പറയുന്നത് DSG ആയിട്ട് മെറ്റ് ചെയ്യണു, 4 വീൽ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 201 bhp ആണ്. കൂടാതെ 320 ന്യൂട്ടൺ മീറ്ററോളം ടോർക്കുമുണ്ട്. അപ്പോൾ നീറ്റായ ഒരു എഞ്ചിൻ ബേയാണ്. എഞ്ചിൻ ബേയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല ആ ഒരു ഫോമെല്ലാം കൊടുത്തിട്ട് NVH ലെവൽസിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ഈ വണ്ടിയുടെ ഈ ഒരു പെർഫോമൻസിൻ്റെ കാര്യം ഈ ഒരു എഞ്ചിൻ ബേയിൽ തീരുന്നില്ല. മുൻവശത്ത് പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് LED ഹെഡ് ലാംപ്സ് ആണ്. ഗ്രില്ല് ഒരിത്തിരി ഗ്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഗ്രില്ലാണിത്. ഈ ഗ്രില്ലിൻ്റെ മുകളിലൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ലൈൻ എന്ന് പറയുന്നത് LED ലൈറ്റാണ്. നടുവിലായിട്ട് ഫോക്സ് വാഗൺ ലോഗോ ഉണ്ട്. പിന്നെ 6 എന്നുള്ള ലോഗോ ഉണ്ട്, 2 പീസായിട്ടുള്ള. താഴെ ബമ്പറിൽ പൂർണ്ണമായിട്ടുള്ള ആ ഒരു അഴിച്ചുപണി കാണാം. ആ ഹണികോം പാറ്റേൺ അല്ല, അത് ഇൻഡു ആയിട്ടുള്ള പാറ്റേൺ ആണ്. അതിൻ്റെ താഴെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്, ക്രോം ഫിനിഷ് ഉണ്ട്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഉണ്ട്. സാധാ ടിഗ്വാനിൽ നിന്ന് പ്രകടമായ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുക ഈ ഗ്രില്ലും ഈ ഒരു ബമ്പറും ആ ലൈറ്റ് ബാറുമാണ് എന്നുള്ളതാണ്. ബോണ്ടൊക്കെ സെയിം ആണ്. മുകളിൽ വലിയ ഗ്ലാസ് റൂഫ് ഉണ്ട്, അത് സൺ റൂഫാണ്. പിന്നെ ഇവിടെ അഡാസ് ക്യാമറ കാണാം. കാരണം അഡാസ് ലെവൽ 2 ഉള്ള ഒരു വണ്ടി കൂടിയാണ് ഈ ഒരു 6 ലൈൻ എന്നുള്ളതാണ്. പിന്നെ ബമ്പറിൽ കാണാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫിന്നുകളിലൂടെ എയർ അങ്ങോട്ട് ബ്രേക്കിലേക്ക് ചാനൽ ചെയ്യുന്നതാണ്. കാരണം കൂളാക്കാണെന്നൊക്കെ പറയാം. ഓക്കെ, സീരിയസ് കാറുകൾ കാണുന്ന കാര്യമാണ്. പിന്നെ വശങ്ങളിലേക്ക് വെച്ചിട്ടുള്ള ആ ഒരു സിംഗിൾ പാർക്കിംഗ് സെൻസറും എനിക്ക് തോന്നുന്ന ഒരു നല്ല തോട്ടാണ്. 6 ലൈനിൻ്റെ വശങ്ങളിലെ വ്യത്യാസം എന്ന് പറയുന്നത് ക്ലാഡിങ് ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ അത് പിയാനോ ബ്ലാക്കിലല്ല. വീൽ ആർച്ചുകൾ മാത്രമേ ആ ഒരു പിയാനോ ബ്ലാക്കിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ക്രോം ആ ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട്, ചുറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വിൻഡോ ഉണ്ട്, ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ടിഗ്വാൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ട്, ടിഗ്വാൻ്റെ ആ ഒരു ഓൾ സ്പേസിന് 3 റോ സീറ്റുകളിൽ 2 സീറ്റേ ഉള്ളൂ. ഇവിടെ 19 ഇഞ്ച് വീൽസ് കാണാം. ഈ 19 ഇഞ്ച് വീൽസിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതായത് 255 45 R19 കേട്ടോ. മുൻപിൻ ഡിസ്ക് ബ്രേക്കുകളുണ്ട്. അതിൻ്റെ ഒരു കാര്യം പറയാം. പിന്നെ IQ ലൈറ്റ് എന്നാണ് ഒരു ലൈറ്റിനൊക്കെ വിളിക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ ലോഗോയിൽ കാണാം. വശങ്ങളിലെ ബോഡി പാനലുകളൊക്കെ ടിഗ്വാനുമായിട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ പറയാം. 6 ലൈനിൽ ലോഗോ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ. പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷുകളുണ്ട്. കൂടാതെ ഇവിടെ റൂഫ് റൈലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 6 ലോഗോയെക്കുറിച്ചാണ്. അത് അവർ വശങ്ങളിലും വെച്ചിട്ടുണ്ടെന്നാണ്. പടാസ് ലെവൽ 2 വന്നപ്പോൾ ഈ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ മിററിലൊക്കെ വന്നു. എന്തായാലും ഈ ടിഗ്വാൻ 6 ലൈനിൻ്റെ വശങ്ങളെന്ന് പറയുന്നത് ക്ലീൻ ആണെന്ന് കാണാം. ഫോക്സ് വാഗണിൻ്റെ മറ്റ് കാറുകളെ പോലെ, അല്ലെങ്കിൽ ഫോക്സ് വാഗണിൻ്റെ മറ്റ് കാറുകളെ പോലെ എനിക്ക് തോന്നുന്നു ടൈംലെസ് ഡിസൈൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ എന്നുള്ളതാണ്. ഈ ഫോക്സ് വാഗണിൻ്റെ വീലുകളിലെ ലെഗ് നെട്ടുകൾ എന്നല്ല പറയാം, ആ ഒരു ബോൾട്ടുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അത് ഒരിത്തിരി വ്യത്യസ്തമാണ്. അകത്തേക്കാണ് അത് ടൈറ്റ് ചെയ്യുക. നമ്മൾ സാധാരണ കാറുകൾ കാണുന്ന പോലെ ഒരിത്തിരി സ്പോർട്ടിനെസ് അവിടെ ഉണ്ട് കാണാനായിട്ടൊക്കെ. കാരണം അങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന പോലെ ഓക്വേർഡ്നെസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ 95 ഒക്ടേൻ എന്നുള്ള ആ ഒരു സിമ്പിൾ ഉണ്ട്. കുറച്ച് പ്രീമിയം പെട്രോൾ അടിച്ചോളൂ, ഇത് പ്രീമിയം കാറാണ് എന്നുള്ളതാണ്. ഒരു സ്പോയിലർ ഉണ്ട്. സ്പോയിലറിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് വശങ്ങളിലേക്ക് കാണാം. ടിഗ്വാൻ 6 ലൈനിൽ കുറച്ച് ഈസ്റ്റർ എഗ്സ് കൂടിയുണ്ട്. അതായത് രസകരമായ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഒരു മുതലയുടെ പടം നമുക്ക് ആ സൈഡിലെ വിൻഡോയിൽ കാണാം. പിന്നെ ടിഗ്വാനുമായിട്ടുള്ള സാമ്യം നമുക്ക് ടെയിൽ ലൈറ്റിൽ കാണാം. ടെയിൽ ലൈറ്റിൻ്റെ അകത്തല്ല ഞാൻ പറയുന്നത്, ഈ കണക്റ്റഡ് ടെയിൽ ലാമ്പിന് അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റിൻ്റെ കോംബോക്ക് ഒരു സാമ്യം നമുക്ക് തോന്നും. ഇതിനകത്തുള്ള അറ്റൻഷൻ ഡീറ്റെയിലൊക്കെ നല്ലതാണ്. പിന്നെ ടിഗ്വാൻ എന്നുള്ള ആ ഒരു ലോഗോ താഴെ
മോഷൻ എന്നുള്ളത് 4 വീൽ ഡ്രൈവിനെ സൂചിപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്ലാസ് വാഷ് ചെയ്യുന്ന ആ ഒരു ചെറിയ സംഭവം ഉണ്ടല്ലോ, ആ ഒരു നോസിൽ അത് എടുത്തു വെച്ചിരുന്ന ഒരു കാര്യമാണ്. നമുക്ക് കാണാൻ പോലും പറ്റില്ല. ഗ്ലാസ് ഇത്തിരി സ്ലോപ്ഡ് ആണ്. ഇതിൽ ഡിഫോഗർ വൈപ്പറൊക്കെ തന്നെ കാണാം. ബമ്പറിലെ കാര്യമായിട്ടുള്ള അഴിച്ചുപണികളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. R-ലൈനിലേക്ക് വരുമ്പോൾ ബമ്പറുകളിലാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്തതാണ് പുറത്ത്, എക്സ്റ്റീരിയറിൽ. ഇൻറ്റീരിയറിൽ വേറെ കാര്യങ്ങളാണ്. പിന്നെ ഷാർക്ക് ഫിൻ ആൻഡ്രയുടെ കളർ കണ്ടോ, അതും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ടിഗ്വാൻ R-ലൈൻ എലഗൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ബൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ബൂട്ട് തുറക്കാനായിട്ട് പവേർഡ് ടെയിൽ ഗേറ്റ് അല്ല ഇത്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവർ സ്കിപ്പ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്പെയർ വീലാണ്. ഇതിനകത്ത് സ്പെയർ വീലില്ല, പകരം പഞ്ചർ കിറ്റാണ് കൊടുത്തേക്കുന്നത്. മാത്രമല്ല ചെറിയ ചെറിയ സ്റ്റോറേജ് ബോക്സുകളൊക്കെ ഉണ്ട്, പാർഷ്യൽ ഷെൽഫുണ്ട്. പിന്നെ ഫോൾഡ് ചെയ്യാൻ എളുപ്പമാണ്. ഫോൾഡ് ചെയ്യാനായിട്ട് 2 ചെറിയ ലിവറുകളാണ് കൊടുത്തേക്കുന്നത് 2 സൈഡിൽ, സ്വിച്ചുകൾ പോലെ. അതും എളുപ്പമാണ്. ചൈൽഡ് സീറ്റ് ലെതറുകളുണ്ട്. മൊത്തത്തിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടുണ്ട് ടിഗ്വാൻ R-ലൈനിൽ. ഇവിടെ ഒരു പവർ പോയിന്റും കണ്ടു. അപ്പോൾ ഇവിടെ വാണിംഗ് ട്രയാങ്കിൾ വെച്ചേക്കുന്ന ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് തീർത്തും നീറ്റാണ്, അല്ലെങ്കിൽ ഒരു തോട്ട്ഫുൾ ആണ്. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വണ്ടിക്കകത്ത് കാണാം. എനിക്ക് തോന്നുന്നത് ഇതൊരു CBU വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി എന്ന നിലയ്ക്കല്ലാണ്ട് കുറച്ചധികം കാര്യങ്ങൾ ഒരു വണ്ടിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വിച്ച് ഈസ് ഗുഡ്. പിന്നെ ഒരു ഹാൻഡിൽ കൊടുത്തത് അടയ്ക്കാനായിട്ട്, അത് പിടിച്ച് വേണം അടയ്ക്കാനായിട്ട്, പിടിക്കാതെ അടയ്ക്കാൻ പറ്റില്ല എന്നല്ലേ. ഫോക്സ്വാഗൻ്റെ ടിഗ്വാൻ R-ലൈൻ ബേസ് ചെയ്തേക്കുന്നത് MQB EVO എന്ന് പറയുന്ന ഫോക്സ്വാഗൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. 4539 മില്ലിമീറ്ററോളം ലെങ്ത്തുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് തന്നെയാണ്. അപ്പോൾ ഈ വണ്ടി കടൽ കടന്നിവിടെ വരുമ്പോൾ എന്താണ് ഇതിൻ്റെ വില എന്ന് കൂടി പറയണ്ടേ. ഏകദേശം 49 ലക്ഷം രൂപയ്ക്കാണ് ഇന്ത്യയിലേക്ക് ഈ വണ്ടി കടൽ കടന്നെത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്ഷോറൂം പ്രൈസാണ്. അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോഴേ മനസ്സിലാവും നമ്മളിരിക്കുന്നതൊരു നോർമൽ ടിഗ്വാനകത്തല്ല എന്നുള്ളത്. ഇപ്പോൾ സീറ്റിൻ്റെ ആ ഒരു ഡിസൈൻ, അതിൽ സെമി അൽക്കൻഡാര സെമി ഫാബ്രിക് ആയിട്ടുള്ള സീറ്റിൻ്റെ ഡിസൈൻ, ആ സീറ്റിൻ്റെ ബോൾസ്റ്ററിങ് എന്ന് പറയുന്നതൊക്കെ സ്പോർട്ടിയാണ്. കൂടാതെ ഈ ഒരു ഡ്രൈവർ സീറ്റിന് നമുക്ക് തൈ സപ്പോർട്ട് എക്സ്റ്റൻഡറും കാണാം. പിന്നെ സെൻട്രൽ കൺസോൾ നോക്കിയാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഗിയർ ഷിഫ്റ്റ് കാണാൻ പറ്റില്ല. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും സ്ക്വയറിൽ കൊടുത്തേക്കുന്നത്, പാർക്ക് ബ്രേക്കും എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും സെയിം ആയിട്ട് തോന്നും. അതായത് ഇതിൻ്റെ ഷിഫ്റ്റർ മെഴ്സീഡീസ് ബെൻസിൻ്റെ പോലെ വലതുവശത്താണ് സ്റ്റിയറിങ്ങിൻ്റെ. ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ. എനിക്ക് തോന്നുന്നു ഹുണ്ടായ് ഐണിക് 5 ഞാൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് അത്രയും ഈസി ആയിട്ട് തോന്നി. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഡിസൈൻ കൊള്ളാം, സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഗോൾഫ് ബോളിൻ്റെ പാറ്റേണൊക്കെ നല്ലതാണ്. പിന്നെ ഹീറ്റഡ് സ്റ്റിയറിംഗ് വീൽ കൂടി ഈ വണ്ടിക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് മാനുവലാണ്. ഇതിനകത്ത് എല്ലാം ഓൾമോസ്റ്റ് മാനുവലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗ് ഫണ്ണാണല്ലോ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഡാഷ്ബോർഡിന് ഒരു ചെറിയ ചെരിവുണ്ട് 2 വശത്ത്. അതായത് ആ ഡ്രൈവറുടെ AC വെൻ്റ് ഒരു ഇത്തിരി ഡ്രൈവറിലേക്ക് മാറിയിട്ടാണ്, ഇവിടെ ഒരു ഇത്തിരി ഡ്രൈവറിലേക്ക് ചെരിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഒരു ഗെയിം കൺസോളിലാണെന്നൊരു ഫീൽ ഉണ്ട്. വലിയ ലാപ്ടോപ്പ് പോലുള്ള സ്ക്രീനും ആ ചെരിഞ്ഞിരിക്കുന്ന AC വെൻ്റൊക്കെ കൂടി ചേരുമ്പോൾ, അതായത് ഡ്രൈവറുടെ സീറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് ഡ്രൈവർക്ക് വേണ്ടിയുള്ള ഒരു ഇടമാണ് എന്നുള്ള നിലയ്ക്കാണ് ഈ വണ്ടി ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പാനൽ കൊടുക്കുന്നുണ്ട്. ഈ പാനൽ കാണാൻ ഭംഗിയുണ്ട്. പാനലിൻ്റെ മുകളിൽ R-ലൈനിൻ്റെ ആ ഒരു സിമ്പിൾ ഉണ്ട്. പിന്നെ ആംബിയൻ ലൈറ്റൊക്കെ ഉള്ള വണ്ടിയാണ്. അതൊക്കെ നല്ലൊരു കാര്യങ്ങളാണ്. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്റ്റോറേജ് സ്പേസ് ആണ്. അത് ഡിവിഷനായിട്ട് ഭാഗം വയ്ക്കാൻ പറ്റും. നമുക്ക് ഭാഗം വയ്ക്കാനും പറ്റും. ഇതിനകത്ത് കീ വെക്കാനുള്ള സിമ്പിളും കാണാം. ആംബ്രസ്റ്റ് തുറക്കുമ്പോൾ നമുക്ക് ആംബ്രസ്റ്റിനകത്തൊരു കപ്പ് ഹോൾഡർ ഉണ്ട്. ഈ കപ്പ് ഹോൾഡർ നമുക്ക് കുറച്ച് മുന്നോട്ട് വയ്ക്കാനും പിന്നോട്ട് വയ്ക്കാനും പറ്റും. അതിനകത്താണെങ്കിൽ ചെറിയ ഒരു പവർ സോക്കറ്റും ഉണ്ട്, 12 വോൾട്ടാണ്. അപ്പോൾ USB പോർട്ടുകൾ ഇവിടെ കാണുന്നില്ലെന്ന് തോന്നണ്ട. ഇവിടെ ഒരു ചെറിയ ഫ്ലാപ്പ് കൊടുത്തുക. ഈ ഫ്ലാപ്പ് ഒരു സ്റ്റോറേജ് സ്പേസ് ആണല്ലോ. ഈ ഫ്ലാപ്പ് പൊക്കി കഴിയുമ്പോൾ നമുക്കവിടെ C പോർട്ടുകൾ കാണാം. 2 വയർലെസ് ചാർജിങ് പാഡുമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നല്ല കാര്യമാണ്. ഈ AC വെൻറ്റും ഡ്രൈവർക്ക് വേണ്ടിയിട്ടാണ്. പാസഞ്ചർ കുറച്ചൊന്ന് കഷ്ടപ്പെടും, കാരണം AC വെൻറ്റുകളൊക്കെ അങ്ങോട്ടാണ്. ഇവിടുത്തെ ഒരു AC വെൻറ്റ് മാത്രമേ പാസഞ്ചർക്ക് ഉള്ളൂ. നമുക്ക് തോന്നും നമ്മൾ ഇത്തിരി ഡിസ്ക്രിമിനേറ്റ് ആണല്ലോ, പാസഞ്ചർ സീറ്റ് ഇരിക്കുമ്പോൾ തൈ സപ്പോർട്ടില്ല, AC വെൻ്റൊക്കെ അങ്ങോട്ടാണ്, കുറേ അധികം കാര്യങ്ങൾ ഡ്രൈവർക്ക് മാത്രമായിട്ടുണ്ട്. പക്ഷേ സീറ്റൊക്കെ സെയിമാണ്. R-ലൈൻ എന്നുള്ള ലോഗോ ഉള്ള സീറ്റിന് ഫിക്സഡ് ഹെഡ് റെസ്റ്റാണ്, സ്പോർട്ടിയാണ്, റെക്കാരോ സീറ്റൊക്കെ പോലെ. ഈ പാനൽ ഡ്രൈവറുടെ ഡോർ പാഡിലും പാസഞ്ചർ ഡോർ പാഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ ലോക്ക് അൺലോക്ക് ബട്ടണുകൾ വെച്ചേക്കുന്നത് രസകരമായിട്ടാണ്. കൂടാതെ ലെതർ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഡോർ പാഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്, പ്രീമിയമാണ്. സ്പീക്കർ ഡിസൈൻ നല്ലതാണ്, വലിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, സ്പോർട്ടി ആയിട്ടുള്ള പെഡലുകളാണ്. അങ്ങനെ കുറേ അധികം സ്പോർട്ടിനെസ് നമുക്ക് ഈ വണ്ടിക്കകത്ത് കാണാമെന്നുള്ളതാണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു ഇത്തിരി അതിപ്രസരവുമുണ്ട്. വൈപ്പറും അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററും കൂടി ഒറ്റ സ്റ്റാക്ക് കൊടുത്തുകൊണ്ട് സാധാരണ ഫോക്സ്വാഗൻ്റെ കാറുകൾ കയറുമ്പോൾ അല്ലെങ്കിൽ ജർമ്മൻ കാറുകൾ കയറുമ്പോൾ നമുക്ക് അപ്പുറം മാറാറുണ്ട്. ഇവിടെ തന്നെ ആയിട്ടും ഇടയ്ക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ വൈപ്പർ ഓണായ ഒരു കാര്യം എനിക്കുണ്ടായി. അത് എൻ്റെ മാത്രം പ്രശ്നമായിരിക്കും. സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് രസമാണ്. അതായത് ഇലക്ട്രിക് അല്ല, സാധാരണ
ആ ഒരു ലിവർ പോലെയല്ല, തിരിച്ചാണ് നമ്മൾ സീറ്റിൻ്റെ ബാക്ക് ആൻഡ് ഫോർത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതായത് ചാര അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുമൊക്കെ ഒരിത്തിരി പഴമയിലേക്ക് പോകുന്ന കാര്യമാണ്. ഇവിടെ കൊടുത്ത സ്വിച്ചുകളിൽ പാർക്ക് ബ്രേക്കിൻ്റെ സ്വിച്ചിന് മാത്രം ഒരു ക്യാവിറ്റി കൊടുത്ത് അത് പിടിച്ച് പൊക്കാൻ കൂടി വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം സവിശേഷതകളുണ്ട്. ഈ സവിശേഷതകളുടെ ബഹളമല്ല ഞാൻ പറയുന്നത്, പക്ഷേ നീറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ വോളിയം മാറ്റാം, സ്പോർട്സ് മോഡ് അല്ലെങ്കിൽ കംഫർട്ട് മോഡ്, ഡ്രൈവ് മോഡുകൾ ബേസിക്കലി ഒന്നുകൂടി പ്രസ് ചെയ്താൽ നമുക്ക് വോളിയമായിട്ട് മാറും. അപ്പോൾ മൾട്ടി ആയിട്ടുള്ള ഒരു സർക്കുലർ ബട്ടൺ ഇവിടെ ഉണ്ട്. ഈ മൾട്ടി ആയിട്ടുള്ള ഈ ഒരു സർക്കുലർ ബട്ടൻ്റെ ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫീഡ്ബാക്കാണ്. ഇപ്പോൾ നമ്മൾ ഈക്കോ അല്ലെങ്കിൽ വോളിയം സ്വിച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻജിൻ മോഡുകളും അല്ലെങ്കിൽ ഡ്രൈവ് മോഡുകളും വോളിയം സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. രസമാണത്. അപ്പോൾ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു സ്ക്രീനടക്കമുള്ള ഒരു സർക്കുലർ ബട്ടൺ കൂടി ഇവിടെ കാണാമെന്നുള്ളതാണ്. സീറ്റിൽ മസാജിങ് ഉണ്ട്. നമുക്ക് ആ ഒരു മസാജിങ് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് തോന്നി, അത് രസമായിട്ട് തോന്നി. പിന്നെ ഈ വലിയ ലാപ്ടോപ്പിൻ്റെ പോലുള്ള സ്ക്രീൻ എന്ന് പറയുന്നത് തീർത്തും ഇൻറ്റ്യൂറ്റീവാണ്, തീർത്തും റെസ്പോൺസീവാണ്. താഴെ AC കൺട്രോൾസ് അല്ലെങ്കിൽ AC യുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്ന ഒരു ചെറിയ പാനൽ എന്ന് പറയുന്നത് അത് എപ്പോഴും നമുക്ക് ആക്സസ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. അല്ലെങ്കിൽ നമുക്ക് തോന്നുമായിരുന്നു സ്ക്രീൻ മാത്രമാണ് ഫിസിക്കൽ ബട്ടൺസ് വേണമെന്നൊക്കെ തോന്നുന്നത്. ഇവിടെ ആ പ്രശ്നമില്ല. ഇപ്പോൾ നമുക്ക് ഡ്യുവൽ സോൺ AC ആണ്, സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മസാജിൻ്റെ ഡ്യൂറേഷനും ഇൻറ്റൻസിറ്റിയും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ വേവ്സ് വേണോ, അതല്ലെങ്കിൽ ടാപ്പിംഗ് വേണോ, സ്ട്രെച്ചിങ് വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കതൊക്കെ ശരിക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ഈ മസാജിങ്ങുള്ളത് നല്ലതാണ് ഡ്രൈവർ ഫ്രണ്ട് പാസഞ്ചറിന്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഉണ്ട്. അത് വയർലെസ് ആണ്. ESC സിസ്റ്റം, സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഓട്ടോ ഹോൾഡും HUDയും എല്ലാം ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ഈ ഒരു സ്ക്രീനിൽ തന്നെയാണ് എന്നുള്ളതാണ്. എനിക്ക് ഇതിൻ്റെ സ്ക്രീൻ ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഓഫ് റോഡ് മോഡിലെ ആ ഒരു വീലിൻ്റെ ആംഗിളും സ്റ്റിയറിംഗ് ആംഗിളൊക്കെ കൊടുത്തേക്കുന്നത് നല്ല കാര്യമാണ്. ഇപ്പോൾ ഡിസ്പ്ലേസ് നമുക്ക് മാറ്റാൻ പറ്റും, നമുക്ക് ഓഫ് റോഡ് ഡിസ്പ്ലേസ് വെക്കാൻ പറ്റും ഇതിനകത്ത്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം, HDC എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പ്രൊഫൈൽ സെലക്ഷൻ എല്ലാം നമുക്ക് സ്ക്രീനിലാണ് ചെയ്യാൻ പറ്റുക. ഈ സ്ക്രീനിനകത്ത് നമുക്ക് ലിറ്ററലി എല്ലാം ഈ വണ്ടിയുടെ കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ ആംറസ്റ്റ് പൊക്കിയിട്ട് നമുക്ക് മുന്നോട്ട് നീക്കാനുള്ള ആ ഒരു പ്രൊവിഷനുണ്ട് കൈ വൃത്തിയായിട്ട് വെക്കാനായിട്ട്. 12.9 ഇഞ്ചാണ് ഈ സ്ക്രീൻ, 10.3 ഇഞ്ചാണ് ക്ലസ്റ്റർ. ഈ ക്ലസ്റ്ററും സ്ക്രീനും തമ്മിലുള്ള കണക്ഷൻ കണ്ടോ, ഇത് ഇത്രയും വലുപ്പമില്ലെങ്കിൽ ഒറ്റ സ്ക്രീനായിട്ട് നമുക്ക് തോന്നിയേനെ എന്നുള്ളതാണ്. ഇവിടെ AC യുടെ ആ ഒരു ഓട്ടോ എന്നുള്ളത് ഓഫ് ചെയ്യട്ടെ, കാരണം ഫാൻ ലോ ആക്കണം. പിന്നെ 9 എയർ ബാഗുകളുടെ സേഫ്റ്റി ഉണ്ട് വണ്ടിക്കകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോളജിക്കൽ അല്ലാതെ സേഫ്റ്റിയുടെ ഭാഗത്തുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഒരു മോഡലാണ് ഈ ഒരു R-Line എന്നുള്ളതാണ്. ഇനി ഇതിലുള്ള മോഡുകൾ ഏതൊക്കെയാണ്? ഈക്കോ, കംഫർട്ട്, സ്പോർട്ട്, ഇൻഡിവിജ്വൽ, ഓഫ് റോഡ് ആൻഡ് സ്നോ. ഇൻഡിവിജ്വലിൽ നമുക്ക് സെറ്റിങ്സിനകത്ത് എടുത്തിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ എടുത്തിട്ട് DCC ഡൈനാമിക് ചേസിസ് കൺട്രോളിൽ നമുക്ക് ഓൾ വീൽ ഡ്രൈവ് കംഫർട്ട് ആക്കണോ, സ്റ്റിയറിംഗ് സ്പോർട്ടി ആക്കണോ, അതല്ലെങ്കിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റിങ്സ് എന്താ, ലൈറ്റ് അസിസ്റ്റൻസ് എങ്ങനെ വേണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കോൺഫിഗർ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ സ്പോർട്സ് മോഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം സ്പോർട്ടാണ്. ഇൻഡിവിജ്വലാണ് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഓൾ വീൽ ഡ്രൈവ് നമുക്ക് എങ്ങനെ വേണം, കംഫർട്ട് വേണം, സ്പോർട്ട് വേണം, ഡ്രൈവ് എങ്ങനെ വേണം, കംഫർട്ട് വേണം, സ്പോർട്ട് വേണം, സ്റ്റിയറിംഗ് എങ്ങനെ വേണം, സ്റ്റിയറിംഗിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ വേണം, എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്ലോ ബോക്സിനകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഈ ഗ്ലോ ബോക്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്ലോ ബോക്സ് ആണെന്ന് പറയാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ കൂളിംഗ് ഫംഗ്ഷൻ ഒന്നും കണ്ടില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ അമ്യൂണിറ്റീസും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളും വണ്ടിക്കകത്തില്ല. ഇത് ഓൾ അബൌട്ട് ഡ്രൈവിംഗ് ആണ്, വണ്ടി ഓടിക്കാൻ എങ്ങനെയെന്നുള്ളതാണ്. ഇപ്പോൾ സൺറൂഫ് തുറക്കാനുള്ള കൺട്രോൾസും കൂടാതെ ലൈറ്റുകൾ, LED ലൈറ്റുകളും, ഇവിടെ കാണുന്ന ആ ഒരു മിറർ, ഫ്രെയിംലെസ് മിറർ ഉള്ള മിററും, അകത്തെ മോണിറ്ററിംഗ് സിസ്റ്റവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. SOS ബട്ടണൊക്കെ കാണാം. പിന്നെ പുറത്തുനിന്ന് വന്ന വണ്ടിയാണ് അല്ലെങ്കിൽ വിദേശമാണ് വണ്ടി എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കിവിടെ ആ ഒരു മിററും ലൈറ്റൊക്കെ ഉണ്ട്. അത് രണ്ടിലും കൊടുത്തിട്ടുണ്ട്. മുകളിലെ ആ ഒരു ലൈനർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്കിഷ് കളറിലാണ്. ഇനി സൗണ്ടിൻ്റെ കാര്യം കൂടി പറയണം. സൗണ്ടിൻ്റെ കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് പിന്നിലേക്ക് പോകാം. സൗണ്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സൗണ്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ഫോക്സ്വാഗണിൻ്റെ നമ്മുടെ ടിഗോൻ R-Line എന്നുള്ള. ഇപ്പോൾ റേഡിയോ മീഡിയ, ഞാൻ റേഡിയോയിലൊരു ചാനൽ വെക്കാം. ചാനൽ വെച്ച് വോളിയം ഒന്ന് കൂട്ടുകയാണ്. വോളിയം കൂട്ടാനുള്ള സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടാ, എനിക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഓൾറെഡി ഇഷ്ടമാണ്. ഈ DCC എന്ന് പറയുന്ന ഡൈനാമിക് ചേസിസ് കൺട്രോളിന് കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് XDS എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡിഫറൻഷ്യൽ ലോക്കുകളും ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്കുകളും കൂടാതെ ഷോക്ക് അബ്സോർബറുകളും ഇതിൻ്റെ ആ ഒരു ഡൈനാമിക്സ് ആയിട്ടുള്ള ബ്രേക്കിംഗ്, അതായത് വീലുകളിലേക്ക് ഇൻഡിവിജ്വൽ വീലുകളിലേക്ക് ബ്രേക്കിംഗ് എല്ലാം കൂടി ചെയ്തിട്ടുണ്ട്. ഡ്രൈവർക്ക് എപ്പോഴും വണ്ടി കൺട്രോളിലാക്കാനുള്ള ഒരവസ്ഥ ഈ ഒരു കാറ് പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ക്ലസ്റ്റർ എന്ന് പറയുന്നത് സ്ക്രീനോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് കിയയുടെ വണ്ടികളിലൊക്കെ കാണുന്ന പോലെ നമുക്ക് ഒറ്റ സ്ക്രീനായിട്ട് തോന്നുന്ന ലെവലാക്കാറുണ്ട്. പക്ഷേ ഒരു വലിയ സ്ക്രീനാണ് കൊടുത്തത്, നല്ല കാര്യമാണ്. സ്റ്റിച്ചിങ് ബ്ലൂവിൽ കൊടുത്ത് നല്ല കാര്യമാണ്. അപ്പോൾ ക്ലസ്റ്ററിൻ്റെ വ്യൂ ഓപ്ഷൻസ് നമുക്ക് മാറ്റാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അത് കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നടുവിൽ ആ ഒരു കാര്യം, ഇപ്പോൾ ഡോർ ഓപ്പണിംഗ് വാണിംഗ് ആണ് കൊടുത്തത്. അതിനകത്തുകൂടെ നമുക്ക് ടോഗിൾ ചെയ്താൽ
സാധാരണ കാറുകൾ കാണുന്ന പോലുള്ള കാര്യങ്ങളും അഡാസിൻ്റെ ഡിസ്പ്ലേക്ക് കാണാം. എനിക്ക് എപ്പോഴും വലിയ ടാക്കോമീറ്ററും വലിയ സ്പീഡോമീറ്ററുമുള്ള ആ ഒരു സർക്കുലർ മീറ്ററാണ് ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ MIDയിലൂടെ കൈ ഓടിച്ചാൽ നമുക്ക് അതിനകത്ത് ആവറേജ് കൺസപ്ഷൻ, ടോട്ടൽ ഡിസ്റ്റൻസ് എല്ലാം കാണാം. ഇപ്പോൾ നെക്സ്റ്റ് പ്രീവിയസ് ബട്ടൺ കൊടുക്കുന്നത് താഴെയാണ്. കൂടാതെ ഇവിടെ കൊടുക്കുന്ന വോളിയം ബട്ടൺ എന്ന് പറയുന്നതും അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി തോന്നിച്ചു എന്നുള്ളതാണ്. എനിക്ക് വണ്ടിക്കകത്ത് കയറിയപ്പോൾ ഒരു സ്പെഷ്യൽ കാറിലുള്ള ഇരിക്കുന്ന ഒരു ഫീലുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രാജകീയമായിട്ടിരിക്കാവുന്ന പിൻസീറ്റാണ് ഈ ഒരു വണ്ടിയുടെ. ഇപ്പോൾ ഡ്രൈവർ എടുത്തിട്ട് അഗ്രസീവായിട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. നല്ല സീറ്റുകളാണ്, ആൽക്കൻഡാരൊക്കെയുള്ള സീറ്റുകളാണ്. ഈ സീറ്റിലും എയർ ബാഗ് ഉണ്ട്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ആംറസ്റ്റ് കാണും. ഈ ആംറസ്റ്റിനകത്ത് നമുക്ക് കപ്പ് ഹോൾഡറുകളുണ്ട്. ഈ കപ്പ് ഹോൾഡറുകളുടെ ഒരു ക്ലവറായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ നല്ലതായിട്ട് തോന്നി. അതായത് ഹോണേഴ്സ് മാനിൽ നോക്കി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് ഓണേഴ്സ് മാനിൽ നോക്കാതെ നമുക്ക് അറിയാൻ പറ്റും, വീഡിയോ കണ്ടാൽ മതി. 3 ഹെഡ് റെസ്റ്റുകളുണ്ട്. ഇവിടെ AC കൺട്രോൾസ് ഉണ്ട്, AC വെൻ്റ് ഉണ്ട്. 3 പേർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ നടുവിലെ ആ ഒരു ഹമ്പ് ഇത്തിരി പ്രോമിനൻ്റ് ആണ് എന്നുള്ളതാണ്. മുന്നിലെ പാസഞ്ചർ സീറ്റിൽ ഞാൻ ചൈൽഡ് സീറ്റ് ടെതർ കണ്ടു. അതുപോലെ എയർ ബാഗ് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ കണ്ടു. നല്ല കാര്യമാണ്. ഇപ്പോൾ ഈ സീറ്റിൻ്റെ ഒരു പ്രീമിയംനെസ് എന്ന് പറയുമ്പോൾ അത് ലെഗ് റൂം മാത്രമല്ല, ഹെഡ് റൂം ഇഷ്ടംപോലെ പ്ലെൻറ്റി ഓഫ് ഹെഡ് റൂംസ് ഉണ്ട്. കൂടാതെ നീ റൂംസ് ഉണ്ട്. കൂടാതെ തൈ സപ്പോർട്ട് കൊള്ളാമെന്ന് പറയുമ്പോൾ ശരിക്കും നല്ല തൈ സപ്പോർട്ടാണ്. കാൽ നീട്ടി വെച്ചിരിക്കാനുള്ള ആ ഒരു ഗ്യാപ്പുള്ളതുകൊണ്ട് സുഖകരമായിട്ടിരിക്കാൻ പറ്റും. പിന്നെ ഇതൊരു അഗ്രസീവ് കാറല്ല. അപ്പോൾ ഡ്രൈവർ എന്തായാലും സ്റ്റിയറിങ്ങിനോട് ചേർന്നാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സീറ്റിലിരുന്നാൽ കൂടുതൽ ലെഗ് സ്പേസ് കിട്ടും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. പിന്നെ ഈ ഒരു അലുമിനിയം ഇൻസെറ്റ് കൂടെ നോക്കി കഴിഞ്ഞാൽ ഡ്രൈവർ തലയും കാണാം. ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ കൊടുത്തേക്കുന്നത് ബ്ലൂവിലാണ്. LED ലൈറ്റുകളുണ്ട്. കൂടാതെ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. മുന്നിലെ പാനൽ പോലെയല്ല, ബാക്കിലെ ഡോർ പാനലിലെ പാനൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ സ്റ്റോറേജ് സ്പേസുകളുണ്ട്. വലിയ ബോട്ടിൽ ഹോൾഡറുകൾ നമുക്ക് പിന്നിലെ സീറ്റിലും വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് ടിഗ്വാൻ R-Lineൻ്റെ കീ എന്നുള്ളതാണ്. ലോക്ക് അൺലോക്ക്, ബൂട്ട് ഓപ്പൺ. പക്ഷേ ബൂട്ട് പവേർഡ് അല്ല കേട്ടോ. ഇന്ത്യക്കാർ കാത്തിരുന്നത് പോളോ GTI വരുമെന്ന് കരുതിയിട്ടാണ്. അതിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തൂസിയാസ്റ്റുകളുടെ ഫേവറേറ്റ് വണ്ടികളിൽ ഒന്നാണ് പോളോ GTI. ശരിക്കും നമുക്കറിയാം, സെലിബ്രിറ്റികളുടെ കയ്യിലൊക്കെ ഉണ്ട്, ഉള്ള ആൾക്കാർ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഏതൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഒരു റിച്ച് കിഡ് പുള്ളിക്കാരത്തേക്ക് ബർത്ത്ഡേക്ക് കിട്ടിയതൊരു GTI ആണ്. അത് വാങ്ങിക്കൊടുത്തതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാൻഡ് ആണെന്നൊക്കെ പറഞ്ഞ് കണ്ടു. ഓക്കെ, അങ്ങനെ കാത്തിരുന്നവരുടെ മുന്നിലേക്ക് ഫോക്സ്വാഗൺ കൊണ്ടുവന്നത് 2 വണ്ടികളാണ്. കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ, കാരണം ഒന്നേ വന്നിട്ടുള്ളൂ. അതിലൊന്നെന്ന് പറയുന്നത് ടിഗ്വാൻ R-Line ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ R-Line എന്ന് പറയുന്നത് അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ കുറച്ച് പ്രീമിയം വേർഷനാണ്. അപ്പോൾ ഇതിന് മോഡുകളുണ്ട്. മോഡുകൾ സ്പോർട്സ് മോഡിലാക്കി കഴിയുമ്പോൾ 0 to 100 എന്ന് പറയുന്നത് ഈ വണ്ടി ഹെവി ഫാസ്റ്റാണ്. അന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഞാൻ പറയണ്ടോ 7.1 സെക്കൻഡോളമാണ് ഇതിന് 100 എത്താനുള്ള ആ ഒരു സമയം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു ഇത്തിരി സ്പോർട്ടി ആയിട്ട് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് ടിഗ്വാൻ R-Line എന്ന് പറയാം. കാലം കൊടുത്താൽ പാഞ്ഞു കയറി പോവും. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് DSG ആണ്. ഫോക്സ്വാഗണിൻ്റെ ഗിയർ ബോക്സ് DSG ആണെന്ന് അറിയാലോ. പിന്നെ ഇതിനകത്ത് കുറച്ച് ക്ലെവർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ DCC, ഡൈനാമിക് ചേസിസ് കൺട്രോൾ. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻഡിവിജ്വൽ മോഡിൽ നമുക്ക് സെറ്റിങ്സ് ഒക്കെ മാറ്റാൻ പറ്റും. സ്റ്റിയറിങ്ങിനും ആ ഒരു സസ്പെൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാം. ഈ ഡ്രൈവ് മോഡ് മാറിയിട്ട് സ്പോർട്ടിലാക്കി സ്റ്റിയറിങ് സ്പോർട്ട് മോഡാക്കി കഴിയുമ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് തീർത്തും ഫൺ ഫാക്ടറുള്ളൊരു വണ്ടിയായിട്ട് മാറുന്നുണ്ട്. കാല് കൊടുത്താൽ വണ്ടി പാഞ്ഞു കയറി പോകുന്നുണ്ട്. ഓടിക്കാൻ നല്ല കംഫർട്ടാണ്, നല്ല ഹാൻഡ്ലിംഗ് ആണ്. അങ്ങനെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ഇതിന് ആ ഒരു ഡിഫറൻഷ്യൽ കൺട്രോളും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബ്രേക്കിലേക്കുള്ള ബ്രേക്കിങ്ങും ഷോക്കും ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ഡൈനാമിക് ചേസിസ് കൺട്രോൾ എന്ന് പറയുന്ന കാര്യം കിക്കും ചെയ്യുമ്പോൾ വണ്ടി ഒന്നുകൂടി ഹാൻഡിൽ ചെയ്ത് നമുക്ക് ഓടിക്കാവുന്ന നിലയ്ക്ക് ആവുന്നുണ്ട്. സസ്പെൻഷൻ സ്റ്റിഫാണ് താങ്ക്സ് ടു 19 ഇഞ്ച് വീൽസ്. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്പോർട്ടി ആയിട്ടുള്ള സെറ്റപ്പ്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് സ്റ്റിയറിംഗ് നല്ല കൺട്രോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കയ്യിൽ നിൽക്കുന്ന സ്റ്റിയറിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് റീച്ചും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഓടിക്കാനും പറ്റുന്നുണ്ട്. ഇതിൻ്റെ പാഡ് ഷിഫ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ഡൗൺ ചെയ്യാം. ഡൗൺ ചെയ്യുമ്പോൾ റവ് മാച്ച് ചെയ്യുന്നുണ്ട്. റവ് മാച്ച് ചെയ്തിട്ടാണ് ഡൗൺ ചെയ്യുന്നത്. അത് ശരിക്കും വണ്ടിയുടെ ആ ഒരു എന്തൂസിയാസം നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ടെക്നോളജിക്കലി ബ്രില്യൻ്റായ വണ്ടിയാണ്. ഇതിനകത്ത് എന്താണ് പ്രത്യേകത? അപ്പോൾ പോളോ അല്ലെങ്കിൽ ഗോൾഫ് GTI വരുന്നുണ്ടല്ലോ, പോളോ പോട്ടെ. അപ്പോൾ അത് വരുന്നവരെ വെയിറ്റ് ചെയ്യാലോ എന്ന് തോന്നുമ്പോൾ ഒരു SUV കൈൻഡ് ഓഫ് വണ്ടി. അത് മാത്രമല്ല ഇതിനകത്ത് 4 മോഷൻ എന്ന് പറഞ്ഞ 4 വീൽ ഡ്രൈവ് സിസ്റ്റം കൂടി ഉള്ളതുകൊണ്ട് ഇത് ഒരു ഇത്തിരിയൊക്കെ ഓഫ് റോഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി കൂടിയാണ് എന്നുള്ളതാണ്. 19 ഇഞ്ച് വീലും ഓഫ് റോഡ് മാത്രം ചേരുന്നൊരു കാര്യമല്ല. എന്നാലും എനിക്ക് തോന്നുന്നു നമുക്ക് വണ്ടി എവിടെ സ്റ്റക്ക് ആവുന്നില്ല. ഇപ്പോൾ സ്നോ, മഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വണ്ടി സ്റ്റക്ക് ആവാൻ സാധ്യതയില്ല. നമുക്ക് എടുത്തങ്ങ് ഓടിച്ചു പോകുന്നതാണ്. ഇതിൻ്റെ കൺട്രോൾ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ഹാൻഡ്ലിങ്ങും അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു റൈഡുമാണ് സ്പോർട്ടി ആയിട്ട് കൂടുതലും പറയാനുള്ളത്. എൻജിൻ 2 ലിറ്ററാണ്. ഓക്കെ, ഇപ്പോൾ ഗോൾഫ് 6 പോലുള്ള വണ്ടികളിൽ നമുക്ക് വലിയ എഞ്ചിനുകളുണ്ട്. ഇത്രയും R-Lineൽ എഞ്ചിനുകൾ കാര്യമായിട്ട് മാറാറില്ലെന്നാണ് പറയുന്നത്. എഞ്ചിനുകളെന്ന് പറയുന്നത് R-Lineൻ്റെ സ്പോർട്ടി ആണെങ്കിലും അത് സാധാ എഞ്ചിൻ്റെ സ്പോർട്ടി വേർഷനാണ് എന്നാണ് പറയാറ്. കൂടാതെ
ഈ DCC പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ അതിനെ എടുത്തു പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത് ഓടിക്കാൻ നല്ല സുഖമാണ്, ഓടിക്കാൻ നല്ല ഫണ്ണാണ് എന്നുള്ള പറയാനുള്ളത്. ഇപ്പോൾ സ്ക്രീനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗിമ്മിങ്സുകളൊക്കെ അവിടെ നിൽക്കട്ടെ, അതല്ലാണ്ട് ഒരു ഡ്രൈവേഴ്സ് കാർ എന്ന നിലയ്ക്ക് കാണുമ്പോൾ എനിക്ക് ഈ ഒരു R ലൈൻ തീർത്തും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ഉയർന്നിരുന്ന് ഒരു SUV വണ്ടി കാല് കൊടുത്ത് പൊളിച്ച് ഓടിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ഫൺ ഉണ്ടല്ലോ, അതാണ് R ലൈനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഷിഫ്റ്റിംഗ് പോയിന്റുകൾ കാലിബ്രേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ എക്സോസ് നോട്ടും തീർത്തും സ്പോർട്ടി ആയിട്ട് തോന്നി. ഈ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ഹീറ്റർ കൺട്രോളൊക്കെ കണ്ടു. ഇപ്പോൾ സീറ്റും ആ ഒരു ഹീറ്റ് ആവുന്നുണ്ട്. സീറ്റ് ഹീറ്ററുണ്ട്, ഹീറ്ററും മസാജറും ഉണ്ട്. അതല്ലാണ്ട് വെന്റിലേറ്റർ ഫംഗ്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ തണുപ്പില്ല എന്നുള്ളതേ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. നമുക്ക് മസാജൊക്കെ ചെയ്ത് പല വിധത്തിൽ മസാജൊക്കെ ചെയ്ത് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. കംഫർട്ടബിളാണ് വണ്ടി. കൂടാതെ തീർത്തും ഒരിത്തിരി സുഖിമാനായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ 49 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ആ വിലയ്ക്ക് ഈ വണ്ടി വർത്താണോ വെച്ചാൽ ഒരു സ്പോർട്ടി വേർഷൻ നോക്കുന്ന ആൾക്ക്, ഒരു സ്പോർട്ടി വണ്ടി നോക്കുന്ന ആൾക്ക്, ഒരു പ്രത്യേകതയുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അൽക്കൻഡാര സീറ്റ് അതുപോലെ സ്പോർട്ടി ആയിട്ട് ഇരിക്കാവുന്ന ഒരു വണ്ടി വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു മികച്ച ഓപ്ഷനാണ്. ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് 2 ലെവലാണ്. മുന്നിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, പൊക്കി വയ്ക്കാൻ പറ്റും. ഷിഫ്റ്റർ തീർത്തും ഈസി ടു യൂസ് ആണ്. കൂടാതെ സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ കൊള്ളാം. ക്ലസ്റ്റർ നമുക്ക് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. HUD തീർത്തും റീഡബിൾ ആണ് ഏത് വെയിലാണെങ്കിലും. പിന്നെ നമ്മളിരിക്കുന്ന ആ ഒരു കോക്ക്പിറ്റിൻ്റെ ഫീലും ഉണ്ട്. നമുക്ക് സറൗണ്ടിങ് ആയിട്ട് ഈ കൺട്രോൾസും കൂടാതെ ഈ AC വരും. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.